ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 17 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചതിനു ശേഷം ആകാശത്തിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കുകയും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാഹു തുടർന്ന് വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وعناب لكم فيها فواكه كثيرة ومنها تأكلون فأنشأنا لكم به جنات من نخيل وعناب لكم فيها فواكه كثيرة ومنها تأكلون لكم فيها فواكه كثيرة ومنها تأكلون وأنزلنا من السماء. അൻസൽന എന്നുള്ള നൂന് സാക്കിനത്തുണ്ട്, ശേഷം സായ് ആണ് വന്നിട്ടുള്ളത്. സായ് എന്നുള്ള അക്ഷരം ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അൻസൽന എന്നല്ല, അൻസൽന നൂനെ മണിച്ചിട്ടാണ് വന്നിട്ട്. മിനസ്സമായി, അവിടെ സമ എന്നുള്ളിടത്ത് നിന്ന് 5 or 6 അക്ഷരം കിട്ടണം. സമായി മാഅൻ ബിഖദർ, അവിടെ മാഅൻ ബിഖദറിൻ എന്നാണ്, മാഅൻ ബിഖദർ. പക്ഷേ തെൻവീന് ശേഷം ബാ വന്നാൽ, തെൻവീന് ശേഷം ബാ വന്നാൽ ആ തെൻവീനെ മീമാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദറിൻ എന്ന് ഓതാൻ പാടില്ല. മാഅൻ ബിഖദറിൻ, മാഅൻ ബിഖദറിൻ. ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഫഅസ്കന്നാഹു നൂന് ശബ്ദുണ്ട്, മണിക്കണം.
അതേപോലെ തന്നെ വഇന്ന അലാ ദഹാബിൻ ബിഹി, ദഹാബിൻ ബിഹി, തൻവീന് ശേഷം ബാ വന്നു. നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ മാഅം ബിഖദൻ പറഞ്ഞ പോലെ തന്നെ ദഹാബിൻ ബിഹി, ദഹാബിൻ ബിഹി എന്നതാൻ പാടില്ല, ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അതുപോലെ ഫഅൻശഅന, ഫഅൻശഅന എന്നല്ല, ഫഅൻശഅന ലക്കും ബിഹി, അവിടെ മീമുസാക്കിനത്താണ്. മീമുസാക്കിനത്ത് നമ്മൾ 2 നിയമം പറഞ്ഞു, ഓർമ്മ ഉണ്ടാവും. സാക്കിനായ മീമിൻ്റെ ശേഷം ഒന്നുകിൽ മീമ് വരിക അല്ലെങ്കിൽ ബാ വരിക. ഈ 2 സ്ഥലങ്ങളിലല്ലാത്ത എല്ലാ സ്ഥലത്തും സാക്കിനത്തായ മീമിനെ ഉച്ചരിക്കണം. അപ്പോൾ ഇവിടെ ബ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മീമിന് മീമായിട്ട് ഒന്ന് ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ ഫഅൻശഅന ലക്കും ബിഹി, ലക്കും ബിഹി എന്ന് ഓതാൻ പാടില്ല, ലക്കും ബി അവിടെ മണിക്കണം. പിന്നെ ബ വന്നാൽ മീമാണെങ്കിൽ അവിടെ ഇദ്ഗാം ബിഗുന്ന വരണം. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ ആയത്തിൽ തന്നെ നോക്കുക, അവിടെ സാക്കിനത്തായ മീമിനെ ശരിക്കും ലഹാർ ഷഫ് ചെയ്ത് വെളിവാക്കണം. ഫഅൻശഅനാ ലക്കും ബിഹി ജന്നാത്തിൻ മിൻ നഖീൽ, ജന്നാത്തിൻ മിൻ നഖീൽ, അവിടെ തൻവീൻ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഗുന്നത്തോട് ഉച്ചരിക്കണം. മിൻ നഖീൽ, നൂന് സാക്കിനത്താണ് അവിടെ ഉള്ളത്, അവിടെയും അതേപോലെ തന്നെ ശദ്ദുള്ള നൂനുണ്ട്. മിൻ നഖീലിൻ വഅനാബിൻ ലക്കും ഫീഹ, ആണോ അവിടെ മീമു സാക്കിനത്താണ്, സാക്കിന മീമാണ്. അവിടെ ലക്കും ഫീഹ എന്ന് ഓതും ചില ആൾക്കാർ, അത് തെറ്റാണ്. ലക്കും ഫീഹ എന്നല്ല, ലക്കും ഫീഹ എന്ന് തന്നെ ഓതണം. അപ്പം ഈ മീമ് സാക്കിനായ മീമിന് പല ആളുകൾ ഈ ഒരു മണിക്കലുണ്ട്, എന്താ പറയുക, ഒരു മൂളക്കം കിട്ടാൻ വേണ്ടി കണ്ട അവിടെ ലക്കും ഫീഹ എന്നല്ല, ലക്കും ഫീഹ എന്ന് തന്നെയാണ് ഓതേണ്ടത്, അല്ലാതെ തെറ്റാണ്. അപ്പോൾ ലക്കും ഫീഹ ഫവാകിഹു കസീറത്തുൻ വമിൻഹാ തഅകുലൂൻ. കസീറത്തുൻ എന്നുള്ള അവിടെ തൻവീനുണ്ട്, പക്ഷെ അവിടെ വാവ് എന്നുകൊണ്ട് ഇതിലേക്ക് മണിച്ചിട്ടാണ് ഓതേണ്ടത്. വമിൻഹ നൂന് സാക്കിനത്താണ്, മിൻഹ എന്ന് ഓതാൻ പാടില്ല, ഹാ ഇൽഹാർ നക്ഷത്രത്തിൽപ്പെട്ടാണ് തഅകുലൂൻ. അപ്പോൾ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, വാനലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കി തന്നിരിക്കുന്നു. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ, അപ്പോൾ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? മഴയാണ്. എങ്ങനെയാണ് വെള്ളം ഇറക്കിയ? ബിഖദരിൻ, ഒരു ഖദറോടുകൂടി. അതിനുശേഷം വിശദീകരിക്കാം. ഫഅസ്കന്നാഹു ഫിൽ അർളി, ആ വെള്ളം ഒരു നിശ്ചിതമായ തോതിൽ നിശ്ചിതമായ സമയത്ത് നിശ്ചിതമായ അളവിൽ അള്ളാഹ് ഇറക്കും. എന്നിട്ട് അത് ഭൂമിയെ നാം താമസിപ്പിക്കും, അഥവാ ഭൂമിയിൽ നാം അതിനെ സംരക്ഷിക്കും. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, നിശ്ചയമായും ആ വെള്ളത്തെ കൊണ്ടുപോകാൻ, ആ വെള്ളത്തെ ഇല്ലാതെയാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുള്ളവനാകുന്നു. അപ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് അള്ളാഹ് അവിടെ പറഞ്ഞത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറഞ്ഞത്? ആകാശത്തെ പറ്റി പറഞ്ഞു. പിന്നെ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞതിനെ പറ്റിയാണ്, വെള്ളത്തെ പറ്റിയാണ്. വഅൻസൽന, നിശ്ചയമായും നാം ആണ് ഇറക്കിയിരിക്കുന്നത്, മിനസ്സമായി, ആകാശത്തിൽ നിന്ന്, മാഅൻ, വെള്ളത്തെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം വെള്ളത്തിൻ്റെ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മഴയാണ്. കാരണം മഴയുണ്ടെങ്കിലേ ഉറവുണ്ടാവുള്ളൂ, മഴ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് വഫിസ് സമാഇ റിസ്ഖുക്കും എന്നുള്ള പറഞ്ഞത്. നിങ്ങളുടെ റിസ്ഖ് ആകാശത്താണ്, ഭൂമിയിലല്ല. വഫിസ് സമാഇ റിസ്ഖുക്കും, നിങ്ങളുടെ റിസ്ഖ് എവിടെയാണ്? ആകാശത്താണ്. എന്നാൽ അവിടുന്ന് ഇങ്ങനെ മഞ്ഞ് ഇറങ്ങില്ല, അവിടുന്ന് വെള്ളം ഇറങ്ങിയെങ്കിലേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? റിസ്ഖ് ലഭിക്കുകയുള്ളൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, മഴയുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളവുമായി കൊണ്ട് ബന്ധപ്പെട്ട്, മഴയുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചില ഗുണപാഠങ്ങൾ നമുക്ക് ഉണ്ടതിൽ. അപ്പം അതിലൊന്നെന്താ വെച്ചാൽ,
സൂറത്തു ശൂറയിൽ അള്ളാഹ് പറയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മഴ. മഴ അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. കാരണം മഴയില്ലാതെയാകുമ്പോഴാണ് മഴയുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകാം. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. നിങ്ങൾ നിരാശരായതിനു ശേഷം, അഥവാ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിങ്ങൾ നിരാശരായതിനു ശേഷം അള്ളാഹുവാണ് നിങ്ങൾക്ക് മഴ ഇറക്കിത്തന്നത്. വയൻഷു റഹ്മത്തു, അതിലൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് അള്ളാഹു വ്യാപിപ്പിച്ചു തന്നിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മഴ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹിൻ്റെ റഹ്മത്താണ്, ജീവിതം അള്ളാഹിൻ്റെ റഹ്മത്താണ്, ഹിദായത്ത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഇതേപോലെ തന്നെ നമുക്കുള്ള റഹ്മത്താണ് മഴ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇനി വേണ്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയും. വെള്ളം കുടിക്കണം മാത്രമല്ല ഞാൻ പറഞ്ഞു, കുളി, ഉളു, ഇതൊക്കെ വെള്ളം വേണ്ടേ? ഇനി അതൊന്നും ഇല്ലെങ്കിലും തയമ്മം ചെയ്യാന്നൊക്കെങ്കിലും വെക്കാം. എന്നാലും അള്ളാഹു സുബ്ഹാനഹു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇബാദത്തുകളുമായി കൊണ്ടുപോലും എന്തിന് ബന്ധമുണ്ട്? വെള്ളത്തിന് ബന്ധമുണ്ട്. ഇനി മലമൂത്ര വിസർജനം നടത്തിയാൽ അത് തയമ്മം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇന്നാളൊരാൾ പറഞ്ഞു, UK പോയി വന്നപ്പോൾ അവിടെ ഒന്നും ഈ ടോയ്ലറ്റ് വെള്ളമില്ല, ടിഷ്യൂ കൾച്ചറാണ് അവിടെ. മനസ്സിലായേ? പൈപ്പ് പോലുമില്ല, ഫ്ലഷ് ഉണ്ടാകുന്നില്ലാതെ പിന്നെ ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം നിങ്ങൾ ആലോചിച്ചോ, യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധിയുള്ളവരാരാ? മുസ്ലിമീങ്ങളാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ, അള്ളാഹു പറഞ്ഞാൽ ഇന്നമൽ മുശ്രികൂന നജസുൻ. അതിൻ്റെ അർത്ഥം നജസാണ്. എന്തുകൊണ്ട്? അത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയാണ്, യാനി ഇഅ്തിഖാദൻ വബദനൻ, വിശ്വാസത്തിൽ ഏതായാലും നജസുണ്ട്, ശരീരം കൊണ്ടുണ്ട്. അങ്ങനെ മുദ്രച്ച കേൾക്കില്ല, തന്നെ തുടച്ചു പോവാണ്. മസ്ജിദ് ഖുബ അറിയില്ല? മസ്ജിദ് ഖുബ നിവാസികൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഖുബ നിവാസികൾ അള്ളാഹു പ്രത്യേകം വിശുദ്ധ ഖുറാനിൽ പേരെടുത്ത്, ഒരു നാടിന് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അപ്പം ഈ ആയത്ത് ഖുബയിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്ത് ഇറക്കിയത്. അപ്പം ഈ ആയത്തിൻ്റെ എന്താണ് ഇപ്പം ആ നാട്ടുകാർ അള്ളാഹു പ്രത്യേകം ഇഷ്ടപ്പെടാൻ കാരണം എന്ന് സഹാബത്ത് അന്വേഷിച്ച് പോയപ്പോഴാണ് അവർ ഇസ്തിഞ്ച നടത്തിയാൽ അഥവാ ആദ്യം കല്ലുകൊണ്ട് വൃത്തിയാക്കും, പിന്നെ വെള്ളം കൊണ്ട് വൃത്തിയാക്കും. അവർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജസ്റ്റ് മൂത്രം വെച്ച് നോട്ടിക്കോളെ. അപ്പോൾ അങ്ങനെ ടിഷ്യൂ ഉണ്ട്, വെള്ളമുണ്ട്. രണ്ട് ഉപയോഗിച്ചാൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അതാണ് അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇബാദത്തുകൾ പോലും എന്തുമായി ബന്ധപ്പെട്ടതാണ്? വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലല്ലേ? വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ്, അതുപോലെ തന്നെ വലിയ ശുദ്ധിൻ്റെ കുളിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇബാദത്ത് കൊണ്ടാണെന്ന് പറഞ്ഞ റഹ്മത്താന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെള്ളത്തിന് പകരം മറ്റ് എന്തുപയോഗിച്ചാലും വെള്ളത്തിന് പകരമാവും? ഇല്ല, വെള്ളത്തിന് പകരാവില്ല. കാരണം വെള്ളം എന്ന് പറയുന്ന സൃഷ്ടി തന്നെയും മഹാത്ഭുതമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന്, വെള്ളത്തിന് രുചിയുണ്ടോ? നിറമില്ല, മണമില്ല. കാരണം അള്ളാഹു പറഞ്ഞത് വെച്ചാൽ, വഖലഖനാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് എന്ന്, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച്. അപ്പോൾ പണ്ഡിതന്മാർ പറയണം, ഈ വെള്ളത്തിന് രുചിയും മണവും നിറവും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ജീവനുള്ള സൃഷ്ടികളിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമായിരുന്നു. ആ ഒരു വെള്ളത്തിന് ഇപ്പോൾ ഒരു നല്ല മണം അടിച്ചെങ്കിൽ എല്ലാ ജീവികൾക്കും നല്ല മണം ഉണ്ടാവും.
വെള്ളത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അല്ലേ? അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? മണ്ണിന്റെ അംശങ്ങളില്ലേ? മണ്ണിന്റെ അംശം ഫോസ്ഫർ, സൾഫർ, മറ്റെല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ നിറമോ? മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഹദീസ്, 3 വെളുത്ത മണ്ണും അതുപോലെ തന്നെ കറുത്ത മണ്ണും ചാരനിറത്തിലുള്ള മണ്ണുമാണ്. അതിനാണല്ലോ അതിൻ്റെ പിന്നെ ഉണ്ടാക്കി. ആ നിറം തന്നെയാണ് നമുക്കുള്ളത്. പച്ച മനുഷ്യന്മാരുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ അല്ലെങ്കിൽ പിന്നെ മഞ്ഞ മനുഷ്യന്മാരില്ല. കാരണം ആ 3 കളറിലാണ് മനുഷ്യന്മാർ. അപ്പൊ ഇതുകൊണ്ട് വെള്ളത്തിന് നിറവും അതുപോലെ തന്നെ മണവും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോ നമ്മള് പിന്നെ വെള്ളത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും, ഹൈഡ്രജനും ഓക്സിജനും കൂടിയാണ് വെള്ളം ഉണ്ടാകുന്നത്. ഹൈഡ്രജനും 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതിന്റെ കണക്കല്ല ഞാൻ പറഞ്ഞു, വാദങ്ങളെ പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും 2 ആണെങ്കിൽ 2, പക്ഷെ ഇത് രണ്ടും എന്താണ്? കത്തുന്ന വാതകങ്ങളാണ്. പക്ഷെ ഇത് 2 കൂടിയാൽ എന്താണ്? കത്തുന്ന തീയിനെ നിർത്തണമല്ലോ. ശരിക്കും നല്ല കത്തല്ല വേണ്ടി. മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ സയൻസും എന്താ ആവശ്യപ്പെടുക? 2 കത്തണ കൂടിയാൽ നമ്മൾ സാധാരണ എരുതിക്ക് എണ്ണ ഒഴിക്കാറില്ലേ? അപ്പൊ നല്ല കത്തല്ലേ? നല്ല കത്തുന്ന തീക്ക് പെട്രോൾ ഒഴിച്ച് നോക്കിയാണ് ഒന്നാണ് കത്ത്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹു ആ വെള്ളത്തിന്റെ സൃഷ്ടിപ്പ് പോലും അത്ഭുതകരമാണ്. അതുകൊണ്ടാണ് പിന്നെ വാനലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളമിറക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല, അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞത്. ഇനി പിന്നെ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ എന്ന് പറഞ്ഞല്ലോ. അവിടെ നമ്മൾ ചില സംഗതികൾ മനസ്സിലാക്കാണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല മഴയിറക്കും. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പഠിച്ച്? മഴ എങ്ങനെ പെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾ എങ്ങനെ പറയാ? കടലിൽ നിന്ന് നീരാവിയായി വെള്ളം പൊന്തി അതിങ്ങനെ പിന്നെ അതായത് മേഘങ്ങളായിരുന്നു. അങ്ങനെയാണ് വേനൽക്കല നല്ല മഴയുണ്ട്, വേനൽക്കല നല്ല നീരാവി. എന്താ അത്? അള്ളാഹു സുബ്ഹാനഹു വതആല മഴ പെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യും. അതാണ് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ. വേറെ സ്ഥലത്ത് അല്ലാഹു പറയാ, ഹിജ്റിൽ പറയുന്നത് വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദറിൻ മഅലൂം. ഒരു മഅലൂമായ ഖദറിൽ വെച്ചുകൊണ്ടാണ് നാം വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഇവിടെ മനസ്സിലാക്കണം വെച്ചാൽ 2-3 കാര്യം. ഒന്നെന്താ വെച്ചാൽ, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദറിൻ, ഒരു ഖദറിലാണ് വെള്ളം ഇറക്കുക. ഇപ്പൊ ഖദർ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ അർത്ഥം ഒരു അളവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വർഷത്തെ മഴ, ആ മഴ എപ്പോഴാണ് തീരുമാനിക്കപ്പെടുന്നത്? ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ. മഴ പെയ്യിപ്പിക്കുന്ന മലക്കാരാ? മീകായിൽ. അപ്പൊ മീകായിലിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വർഷത്തെ മഴയുടെ ലിസ്റ്റ് കൊടുക്കും. എപ്പോ? ലൈലത്തുൽ ഖദറിന്റെ. അതാ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു. എല്ലാ കാര്യത്തിൻ്റെയും ലിസ്റ്റ് മലക്കൾക്ക് കൊടുക്കും. അപ്പൊ ആ ലിസ്റ്റിലുള്ള മഴ ഈ കൊല്ലം എന്ത് ചെയ്യുള്ളൂ? പെയ്യുള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ വർഷവും മഴയുടെ തോത് ഏകദേശം ഒരളവായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ ഈ തോത് അള്ളയാണ് തീരുമാനിക്കുക. ഇപ്പോൾ കേരളത്തിൽ പ്രാവശ്യം കുറച്ച് തോനെ കൊടുക്കണം, അപ്പോൾ തമിഴ്നാട്ടിൽ കുറയും. തമിഴ്നാട്ടിൽ കൂടുമ്പോൾ കേരളത്തിൽ കുറയും എന്ന് പറഞ്ഞാൽ ഇത് ഒരേ അളവ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് അള്ളയാണ് വായിക്കുക. ഇതിനെന്താ തെളിവ് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്തിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആയത്തിൽ കാണാം, പിന്നെ മാ മിൻ ആമിൻ ബിഅഖല്ല മതറൻ മിൻ ആമിൻ, ഒരു വർഷത്തേക്കാൾ കുറഞ്ഞ മഴ കിട്ടുന്ന മറ്റൊരു വർഷം ഉണ്ടാവില്ല ഭൂമിയിൽ. മൊത്തം നമ്മുടെ നാട്ടിലല്ല പറഞ്ഞത്, ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ തോതിലാണ് മഴ പെയ്യുക. വലാകിന്ന അല്ലാഹ തആല യുസരിഫു ഹൈസു യശാ, പക്ഷേ ഈ ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ മഴയെ കൊണ്ടുപോകുന്ന ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദും അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതുകയാണെന്ത്,
وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا ولقد صرفناه بينهم. ഈ മഴയെ നാം ആണ് അവർക്കിടയിൽ വീതിക്കുന്നത്. ആര്? അള്ളാഹ്. മീക്കായിൽ അധികാരമില്ല. മീക്കായിലിന് അള്ളാഹ് പറഞ്ഞത് എത്രയാണോ അത്ര കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിന്റെ പരിസ്ഥിതി കൂടുതൽ അറിയാൻ അള്ളാഹ്ക്ക, നമുക്കെല്ലാം കൂടുതൽ അള്ളാഹ്ക്ക. അപ്പോൾ അവിടെ എത്ര മഴ, സൗദി അറേബ്യ എത്ര മഴ, കേരളത്തിൽ പെയ്യുന്ന മഴ സൗദി അറേബ്യ പെയ്ത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും ആവശ്യമായ തോതിൽ അതിൻ്റെ അളവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതാണ് വൻസൽനാ മിനസ്സമായി മാഅൻ. മാലയിൽ നോക്കണ്ട, ഞാൻ പറയാം മാഅൻ ബിഖദരി എന്ന് പറഞ്ഞു ഒരളവുണ്ട്. ഈ അളവ് ആര് നിശ്ചയിക്കണമാണ്? മനുഷ്യന്മാർ നിശ്ചയിക്കണമല്ല. മനുഷ്യന്മാർക്ക് നിശ്ചയിക്കാൻ പറ്റണമെങ്കിൽ എന്തേക്കാരം അവസ്ഥ? ഞമ്മക്കിങ്ങനെ തോന്നുമ്പം പെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കല്യാണം ഉണ്ട്, ഇപ്പം CKP വീട്ട് കല്യാണമുണ്ട്, മറ്റേ വീട്ട് കല്യാണമില്ല. അപ്പോൾ CKPക്ക് എന്തേക്കാരം? മഴ പെയ്യരുത് നീക്കാരം. അപ്പുറത്ത് ഇപ്പോൾ കിണറ്റ് വെള്ളം ഉണ്ടാവില്ല. അവർ മഴ പെയ്യട്ടെ, ഇത് രണ്ടും കൂടി നടക്കുമോ? മനുഷ്യന്മാർക്ക് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടാതെ മനുഷ്യന്മാർക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ വൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ എന്ന് പറഞ്ഞു. ഇനി ആ അളവിനെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിൽ വിശദീകരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അദ്ദേഹത്തിൻ്റെ അൽ ഫവായിദ് എന്ന കിതാബിൽ പറയും. ഈ മഴ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. കാരണം മഴയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമ്മൾ സാധാരണ പൈപ്പിൽ നിന്ന് വെള്ളം വരും, മോട്ടർ അടിച്ചിട്ട് ഫ്ലോ പൈപ്പിൽ നിന്ന് വെള്ളം, അതുപോലെയാണോ മഴ വീണ്? അല്ല. അതുപോലെയാണ് മഴ പെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തേക്കാരം അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കിയാണ്. അതായത് ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളം കോരി ഒഴുക്കുന്ന പോലെ ഒഴുക്കുകയാണെങ്കിൽ ഭൂമിയൊക്കെ നശിച്ചോ? ഒക്കെ നശിച്ചോ? കാരണം ഇതിൻ്റെ മുകളിൽ തന്നെ വെള്ളം താഴേക്ക് വീണാൽ നമ്മുടെ തലയ്ക്ക് വീണാൽ മാത്രം, നമ്മൾ തലയ്ക്ക് വീണാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങളിൽ നിന്ന് ഓരോ തുള്ളികളായിട്ട് വരും. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇതിൻ്റെ ആകാശത്ത് നിന്ന് പെയ്യുന്ന ഓരോ തുള്ളികളും ഒരേ വലിപ്പത്തിലുള്ള തുള്ളികളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വന്നാൽ സ്വാഭാവികമായിട്ടും ഗുരുത്വാകർഷണ ബലം മൂലമുള്ള താഴേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടിയ തുള്ളികളും വെയിറ്റ് കുറഞ്ഞ തുള്ളികളാകുമ്പം ഇത് ഒന്ന് മറ്റൊന്നിൽ തട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് മറ്റതിലേക്ക് തട്ടിയാൽ അതിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ കൂടുതൽ വെയിറ്റ് കൂടും. ഇങ്ങനെ താഴേക്ക് എത്തുമ്പോഴേക്കും ഒരു ചെറിയ മഴത്തുള്ളി വലിയ ഒരു വെള്ളത്തിൻ്റെ കൂമ്പാരമായി അല്ലെങ്കിൽ ഖനമുള്ള ഒരു വസ്തുവായി മാറുകയും അത് ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണ ഇങ്ങനെ വെള്ളം പാറ്റുന്ന പോലത്തിൽ ഇങ്ങനെ ചെറിയ, ഒരു മനുഷ്യന് കൊണ്ടാലും അല്ലെങ്കിൽ ജീവിക്ക് കൊണ്ടാൽ പോലും ഒരു അപകടം സംഭവിക്കാത്ത രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ ഇറക്കണത് തന്നെ. അപ്പോൾ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ലൈലത്തുൽ ഖദറിലാണ് ഇറക്കുക, അതിൻ്റെ തീരുമാനങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചിതമായ തോതനുസരിച്ച് കൊണ്ടാണ് വാനലോകത്തിൽ നിറക്കുക. അപ്പോൾ എപ്പോൾ മഴ പെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് മനസ്സിലാണ്. ഇനി മാത്രമല്ല, പിന്നെ അള്ളാഹ് പറഞ്ഞു ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയിൽ നാം അതിനെ താമസിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഭൂമിയിൽ മഴ പെയ്തു. ഇപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു അലാമത്തിൽ കാണാം, ഇഷ്ടംപോലെ മഴ കിട്ടും ഭൂമിയിൽ, പക്ഷേ ഫലങ്ങളുണ്ടാവില്ല. കാരണം ആ മഴയുടെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ സംബന്ധിച്ച് പറഞ്ഞു വഅൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക്കൻ എന്ന് പറഞ്ഞു. മഴവെള്ളത്തിന് എന്തുണ്ട്? ബർക്കത്തുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ മഴ പെയ്യുമ്പം പ്രവാചകൻ കുപ്പായ കുറച്ച് കഴിച്ചിട്ട് മഴ എന്ത് ചെയ്യും? കുറച്ച് ശരീരത്തിലാക്കുമായിരുന്നു. അതിനാ ആ ബർക്കത്ത്, ചൂട് വാങ്ങാൻ മാത്രമല്ല ആ ബർക്കത്ത് കിട്ടാൻ. അത് ആ മഴ ഒരു ബർക്കത്താണ്. പക്ഷെ ഇത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ ജലദോഷമുള്ള ആളുകൾ ഇനിയിപ്പോൾ ആ ശ്രദ്ധിക്കണുണ്ടോ? ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ സംസം വെള്ളം രോഗശമനമാണെന്ന് ഹദീസിലുണ്ടല്ലോ അല്ലേ, മാവു സംസം ലിമാ ശുരിബലോ. പക്ഷെ ഇവിടെ ഹറമിൽ പോയൊക്കെയാണ് നല്ല തണുപ്പുള്ള സംസം ഉണ്ടാവും,
സാധാ സംസം ഉണ്ടാവും. ചില ആൾക്കാർ ആണ് തണുപ്പുള്ള ഇഷ്ടംപോലെ രാവിലെയും വൈകുന്നേരം ഉച്ചക്കാണ് കുടിക്കും. പിറ്റേന്ന് എന്ത് ചെയ്യും? സംസം രോഗശമന ഒരു രോഗം ഉണ്ടായില്ലോ പറയും. അത് സംസമിൻ്റെ കുഴപ്പമില്ല, അതാരെ കുഴപ്പമാണ്? അത് മഴൻ്റെയും കുഴപ്പം, അൻ്റെയും കുഴപ്പമാണ്. എനിക്ക് തണുപ്പ് പറ്റൂല, അപ്പോൾ ഇത് തണുപ്പ് പിടിക്കണ്ടില്ലേ? അപ്പോൾ ഈ മുമ്പറക്കൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഈ ഒരു നേരമൊക്കെ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ തണുപ്പ് പിടിച്ചാൽ ബോധം അതില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞാൽ മഴ റഹ്മത്താണ്, മഴ ബർക്കത്താണ്, പക്ഷെ അത് കൊള്ളുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം എന്താ വെച്ചാൽ പിന്നെ അതുകൊണ്ടാണ് മാ അൻ മുബാറക്ക് എന്ന് പറഞ്ഞത്. ഈ ബർക്കത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയിൽ നാം ആണ് അതിനെ പിടിച്ചു നിർത്തുന്നു. ഒന്നുകിൽ ആ വെള്ളം പൂർണ്ണമായി ഭൂമിയിലേക്ക് താഴ്ന്നു പോകാം, കാരണം ഭൂമിൻ്റെ ഒരു കിടപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം താഴ്ന്നു പോകാം. അതല്ലെങ്കിൽ ഒലിച്ചു പോകാം, എവിടേക്ക്? സമുദ്രത്തേക്ക് പോകാം. ഈ രണ്ട് അവസ്ഥ ഉണ്ടായിരുന്നാലും നമുക്ക് വെള്ളം കിട്ടൂല. മഴ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും, പക്ഷെ വെള്ളം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് മഴ പെയ്താൽ ഭൂമിയിൽ ഉറവുണ്ടാകുന്നത്? അതാണ് ഫഅസ്കന്നാഹു ഫിൽ അർദ്. ആ മഴ പെയ്യുന്ന മഴയെ അള്ളാഹു ഭൂമിയിൽ സ്റ്റോർ ചെയ്യുകയാണ്. ഈ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിക്ക് പിന്നെ ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞ ലെവലുണ്ടല്ലോ, പക്ഷെ ആ വാട്ടർ ലെവലല്ല അള്ളാഹിൻ്റെ സ്റ്റോറേജ് ഉള്ളത്. കാരണം എന്താ? ഇപ്പം മോങ്ങത്തങ്ങാടിയിൽ കിണർ വെച്ചാൽ വെള്ളം കാണുന്നൊരു, അങ്ങാടിയിൽ കിണർ വെച്ചാൽ വെള്ളം കാണുന്നൊരു പരിധി ഉണ്ടാവും. കുറച്ചുകൂടി മോൾക്ക് കയറിയാലോ ചിലപ്പോൾ ആ വാട്ടർ ലെവൽ ചിലപ്പോൾ ഇതിൻ്റെ എത്രയോ മുകളിലേക്ക് കയറാം. ഇനി മിനിയൂട്ടിൽ വെള്ളം കിണറടിച്ച് നോക്കി അവിടെ ഉണ്ടാവും വെള്ളം. ഇതൊന്നും ലെവലല്ലോ, അപ്പോൾ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫഅസ്കന്നാഹു ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യന്മാർക്ക്, അവിടെ താമസിക്കുന്ന ഒരു മനുഷ്യന് അവിടെ കുളിച്ചാൽ വെള്ളം കിട്ടണം. മനസ്സിലല്ലേ? ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ, ഇതിൽ ദ്വീപിൽ പോയ ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ദ്വീപ് എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്ക് സമുദ്രത്തിൻ്റെ നടുവിലാണല്ലോ. സമുദ്രത്തിൽ എന്ത് വെള്ളമുള്ളത്? ഉപ്പുരസമുള്ള. പക്ഷെ ആ ഉപ്പുരസമുള്ള വെള്ളത്തിന് നടുവിലുള്ള ദ്വീപിൽ കിണർ കുഴിച്ചാൽ ശുദ്ധവെള്ളം കിട്ടുക. വലിയ അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് 4 ഭാഗവും ദ്വീപ് എന്ന് പറഞ്ഞാൽ, ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇവിടെ നിന്ന് നടന്നാൽ 5 മിനിറ്റ് നടക്കാൻ മാത്രമേ ദൂരം ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ ദ്വീപുകളുണ്ട്. ആ ദ്വീപിൽ മനുഷ്യന്മാർ താമസിക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹ് അവിടെ ഉപ്പുരസമല്ല. കാരണം ഉപ്പുരസം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ശുദ്ധജലം കൊണ്ടുവരിക. ഈ കണ്ട മനുഷ്യന്മാർക്കൊക്കെ പാടപ്പെടുന്ന ബേപ്പൂരിൽ കൊച്ചിയിൽ നിന്നും വെള്ളം അടിക്കാൻ നിന്നാൽ എന്തേക്കാര അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാണ്. അള്ളാഹ് അവർക്ക് ആ കടലിൻ്റെ നടുവിൽ ശുദ്ധജലം കൊടുക്കും. അപ്പോൾ അതാണ് ഫഅസ്കന്നാഹു ഫിൽ അർദ് എന്ന് പറഞ്ഞ് ആ മഴ പെയ്യുന്ന വെള്ളത്തുള്ള ഭൂമിയിൽ മനുഷ്യന്മാർക്ക് ലഭ്യമാകുന്ന തരത്തിൽ അതിനെന്ത് ചെയ്യണം? അവിടെ താമസിപ്പിക്കണം. അതുകൊണ്ടാണ് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ മഴ റഹ്മത്താണ്, വയൻഷുർ റഹ്മത്ത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിന്നെ ഈ മഴ അല്ലെങ്കിൽ വെള്ളം, ആ വെള്ളത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 3 സൈന്യങ്ങളാണ്. ജുന്ദുല്ലാഹി തലാത്ത് വിശദീകരിച്ചിരിക്കല്ല. ഒന്ന് കാറ്റും, ഒന്ന് വെള്ളവും, ഒന്ന് തീയും. ഈ 3 സൈന്യങ്ങളിൽ പെട്ടതാണ്. ഈ 3 സൈന്യങ്ങളെ തടുക്കാൻ ഒരു പടപ്പിനും കഴിയില്ല, ഒരു ടെക്നോളജിക്ക് കഴിയില്ല. അപ്പം അമേരിക്കയിൽ ഫ്ലോറിഡയിൽ വലിയ കോടീശ്വരന്മാർ ജീവിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കടലിൽ നിന്ന് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വെള്ളം നനക്കാന്നല്ല, തീ ഇങ്ങനെ കത്തുന്നല്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അമേരിക്കയിലാണ് സംഭവം. വലിയ ടെക്നോളജികളൊക്കെ ഉള്ള നാടാണ്. അതുപോലെ തന്നെ വെള്ളം അങ്ങോട്ട് വന്നാൽ ഒരു മനുഷ്യനിങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കില്ലാതെ ഇതേപോലെ തന്നെയാണ് കാറ്റ്. ഇത് 3 അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇവിടെ വെള്ളം നിർത്തുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം റഹ്മത്താണ്. ഇനി ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാകടെ പുറത്തുകൾ വരികയും ചെയ്യും. അതാണ് ഈ ഉരുൾപൊട്ടൽ മറ്റുമൊക്കെ. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമിനെ പറ്റി നശിപ്പിച്ചതിനെ പറ്റി ഫത്തന അലൈഹിം അബ്വാബ അസ്സമായി ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടി ചെയ്ത് മുകളിൽ നിന്ന് വെള്ളം കൊണ്ട് വന്നു. വെള്ളം ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമുണ്ട്. ഇതേപോലെ തന്നെ പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ
കൗമിനെ അള്ളാഹ് ഇങ്ങനെ നശിപ്പിച്ചറിയും. ഫലമ്മാ റഅഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദു മുംതിറുന. അവരിങ്ങനെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ച് നിൽക്കുമ്പോഴാണ്, എത്ര പറഞ്ഞുകൊണ്ട് കേൾക്കില്ല, അപ്പോഴാണ് അള്ളാഹ് നല്ലൊരു മഴമേഘത്തെ അവരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. നല്ലൊരു മഴ പെയ്യണ മേഘം. അപ്പോൾ എന്ത് പറഞ്ഞാൽ അറിയോ? നല്ല മഴ വരുന്നുണ്ട്, സന്തോഷമായി. പക്ഷെ യഥാർത്ഥത്തിൽ അത് അള്ളാഹിൻ്റെ ശിക്ഷയായിരുന്നു. ആ മഴ കണ്ട് പെയ്ത് ശക്തമായ കാറ്റുമടിച്ചു. ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനഹും. അവരുടെ വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്തു? അത് നശിപ്പിച്ചു. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേഘം കാണുമ്പോൾ പ്രവാചകന് ബേജാറാവും. ഹദീസിൽ കാണാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി വീടിൻ്റെ ഉള്ളിൽ കയറും പുറത്ത് കയറും, വീടിൻ്റെ ഉള്ളിൽ കയറും പുറത്ത് കയറും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബി മഴ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണല്ലോ, കാരണം മദീനയിലേക്ക് മഴ ഇട്ടുന്നത് മരുഭൂമിയല്ലേ, അവിടെ മഴ കിട്ടുമ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ ബേജാറാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതുപോലൊരു മേഘമാണ് ഹൂദ് നബിൻ്റെ ഖൗമുക്ക് വന്നത്. അത് കണ്ടിട്ട് ഓര് എന്ത് ചെയ്തു? ഇത് നല്ല മഴ കിട്ടുന്ന മേഘമാണെന്ന് വിചാരിച്ചു. അത് അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി അയച്ച മേഘമായിരുന്നു. ഇതുപോലെ എൻ്റെ ഖൗമിന് വല്ല ശിക്ഷയും വരുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പം അതേപോലെ തന്നെ പിന്നെ ഈ മഴവെള്ളത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ദുനിയാവിൻ്റെ ജീവിതത്തോട് അള്ളാഹു മഴ ഉപമിച്ചിട്ടുണ്ട്. ഒദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ഈ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മഴ വീണ പോലെയാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഒരു വിശദീകരണമുണ്ട്. അത് ഈ ദുനിയാവിൻ്റെ ജീവിതവും ഒരു മഴയും തമ്മിൽ എന്താണ് ബന്ധം? ഇമാം ഖുർത്തുബി പറയണം, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? വെള്ളമൊലിച്ച് അങ്ങനെ പോകും. കുറച്ചൊക്കെ വെള്ളമൊലിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കൂല, അങ്ങനെ പോകും. ഇതേപോലെയാണ് ദുനിയാവ് എന്നാ. ഒരു ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കൂല, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, മറ്റേ കഴിഞ്ഞാൽ മറ്റങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം മനുഷ്യന്മാരെ സംബന്ധിച്ചു അതുകൊണ്ടാണ് ദുനിയാവ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദുനിയാവ് തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എത്ര കിട്ടിയാലും എന്ത് ചെയ്യൂല, മതിയാവില്ല. അവന് ഇതിൽ നിന്ന് നമുക്ക് ചാടും, അയമന്ന് അങ്ങനെ ചാട്ടെ, നമുക്ക് ഇങ്ങനെ പോകും. മനസ്സിലല്ലേ? അതായത് മഴവെള്ളം എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴേക്കൊണ്ട് ഒഴുകുന്ന രീതി ഉണ്ടാകുക. ഇതേപോലെ തന്നെ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദുനിയാവ് ഉണ്ടാകുക. അതേപോലെ തന്നെ മഴ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, കലാകാലം മഴയോ, എപ്പോഴും മഴ ഉണ്ടാവില്ല. ഇതേപോലെയാണ് ദുനിയാവ്. കുറച്ച് സമയം പെയ്യും, പിന്നെ നശിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മഴ ഉണ്ടാവുള്ളൂ, അതിന് ഒരു കാലഘട്ടം ഉണ്ട്. ഇതേപോലെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് കാലാകാലം ഉണ്ടാവില്ല. മഴ പെയ്യുന്നത് പോലെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, ആമാർ ഉമ്മത്തി മാബൈന സിത്തീൻ വസബഈൻ. എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 60-70 അടുക്കാണ്. മനസ്സിലല്ലേ? അപ്പം അതാണ് ശരിക്കും നമ്മൾ മഴ പെയ്യണ സമയം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്യണ സമയമുള്ളൂ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ അതാണ് ചോർന്നു പോകും. ഇതേപോലെ തന്നെയാണ് ദുനിയാവ് പെട്ടെന്ന് പോകും. ഇതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ അവൻ കൈ മുക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിൽ എന്താവും? വെള്ളമാവുമല്ലോ. ഇതേപോലെ ദുനിയാവിൽ ഒരു മനുഷ്യനാണ് മുഴുകിക്കഴിഞ്ഞാൽ ആ മുഴുകിക്കഴിഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫിത്നകൾ ആ ദുനിയാവ് കൊണ്ടുണ്ടാവും. അതേപോലെ തന്നെ നാലാമത് അദ്ദേഹം പറയാണ്, നേരത്തെ ഇവിടെ പറഞ്ഞു, വൻസല്ല മിനസ്സമാ ഇമാം ബിഖദരിൻ. മഴ ആവശ്യത്തിന് പെയ്താലേ അതുകൊണ്ട് റഹ്മത്താവുള്ളൂ, കൂടിയാലോ ശിക്ഷീകരം. ഇതേപോലെ ഒരു മനുഷ്യന് ദുനിയാവിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞത് ആവശ്യത്തിനേ പാടുള്ളൂ. ഏറിയാൽ കുഴപ്പം. മഴവെള്ളം ഏറിയാൽ എങ്ങനെയാണ് കുഴപ്പമാണ്, അതിനേക്കാൾ കുഴപ്പമാണ് ഒരു മനുഷ്യന് ദുനിയാവിനോടുള്ള ഇഷ്ടം കൂടിയാൽ. അപ്പോൾ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മഴവെള്ളത്തെ പോലെയാണ്. മഴ പെയ്താൽ ചോർന്നു പോകും. ഇതുപോലെ തന്നെയാണ് ദുനിയാവ്, കാലാകാലം ഉണ്ടാവില്ല. അതുകൊണ്ട്
പിന്നെ അത് ഏറിയാലും കുഴപ്പമാണ്. അത് ദുനിയാവ് 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 എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനം ഓന് യഥാർത്ഥത്തിൽ ദുനിയാവും ഉണ്ടാവില്ല. അതാ സംഭവം ഉണ്ടാകുക. കാരണം ഇത് ഒരു നിസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ അവസരമില്ലാതെ, അല്ലെങ്കിൽ ജമാഅത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ ദുനിയാവ് ദുനിയാവ് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ശരിക്ക് യഥാർത്ഥത്തിൽ ദുനിയാവിലും ഒന്നും കിട്ടൂല. അത് ആസ്വദിക്കാനും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അതിനു മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ഈ വെള്ളത്തെ ഇല്ലാതെയാക്കി കളയാൻ അള്ളാഹ്ക്ക് കഴിയും. അതിനു മുമ്പ് അള്ളാഹ് ചോദിക്കും, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹ്നുൽ മുസ്ലിമൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ ഈ മേഘത്തിൽ നിന്ന് ഇറക്കിയത്, നാം ആണോ? അപ്പം അള്ളാഹ്ക്ക് മാത്രമേ മഴ പെയ്പ്പിക്കാൻ കഴിയുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മാലിൽ എന്താണോ അറിയാം, മൊയ്തീൻ ശൈഖിനോട് ഒരാൾ പറഞ്ഞ് മഴയില്ല. അപ്പോൾ മൊയ്തീൻ ശൈഖ് ഉടൻ ആർക്ക് വിളിച്ച്? മീക്കായിലിനെ വിളിച്ച്. മീക്കായിൽ ഇവിടെ വാറണം, മീക്കായിൽ വിളിച്ചിരുത്തി. അപ്പം മീക്കായിൽ പറഞ്ഞ് മഴ കൊടുക്കാൻ തീരുമാനം, കൊടുക്ക് മഴ. അങ്ങനെ മീക്കായിലിനോട് ആര് മഴ പെയ്പ്പിച്ചു എന്ന് പറഞ്ഞ്? മൊയ്തീൻ ശൈഖ്. ഇനി പിന്നെ ഖുതുബിയത്തിലുണ്ട്, യാ ഖുതുബ അഹ്ലുസ്സമാ വൽ അർള് ഔസഹുമാ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഭൂമിയുടെ ഖുതുബും അതുപോലെ തന്നെ വാനലോകത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്ന മഹാനെ ആരെ? മൊയ്തീൻ ശൈഖിനെ. മൊയ്തീൻ ശൈഖിൻ്റെ കാലത്ത് ഏതായാലും മൊയ്തീൻ ശൈഖ് മഴ പെയ്പ്പിച്ചില്ല. മൊയ്തീൻ ശൈഖിൻ്റെ ആയത്ത് ഈ ആയത്തിൽ വൻസൽനാ മിനസ് സമാഇ മാ, ഈ ആയത്ത് ആരെ കാലത്തുണ്ട്? മൊയ്തീൻ ശൈഖിൻ്റെ കാലത്തുണ്ട്. ഈ ആയത്ത് ആരെ ഓതിയിട്ടുണ്ട്? മൊയ്തീൻ ശൈഖ്. ഞാനല്ല മഴപ്പിക്കണം, പടച്ചോനാ എന്നാര് പറഞ്ഞില്ല? മൊയ്തീൻ ശൈഖ് പറഞ്ഞില്ല. വൻസൽനാ മിനസ് സമാഇ മാ എന്ന് തന്നെയാണ് മൊയ്തീൻ ശൈഖ് ഓതിയത്. ഇനി നിങ്ങൾ ആലോചിക്ക്, മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം വഅൻസല മിനസ് സമാഇ മാഅൻ, വാനലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്ന് പടച്ചോനാണ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അല്ലാത്തവരെ എന്ത് ചെയ്യാൻ പാടില്ല? നിദ്യകൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം മഴ പെയ്യിപ്പിക്കുന്നത് പടച്ചോനാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്നാണ്. മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാണ്, അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. അപ്പം മഴയെ അള്ളാഹു തൗഹീദുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞ അവിടെ തന്നെ. ഇനി മാത്രമല്ല, ഇസ്ലാമിൽ ഇപ്പോൾ പിന്നെ മഴ പെയ്യുമ്പോഴുള്ളൊരു പ്രാർത്ഥന ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ സയ്യിബ് എന്ന് മാത്രമേ ഉള്ളൂ, നാഫിയ. അതിന് നാഫിയും കൂട്ടണം അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, കൂടിയാൽ ഓവറാവും, കുറഞ്ഞാൽ പ്രശ്നമാവും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കൽ എങ്ങനെ? എനിക്കൊരു കുട്ടീനെ ഉണ്ടാകുന്ന പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ അത് പ്രാർത്ഥിക്കണ്ടേ? സ്വാലിഹായ സന്താനത്തെ കൊണ്ടാന്ന് പ്രാർത്ഥിക്കണ്ടേ. കാരണം സ്വാലിഹ് അല്ലെങ്കിൽ ആ കുട്ടി കൊണ്ടുപോകും അടങ്ങാറാവും. മനസ്സിലായില്ലേ? ഇതുപോലെ മഴ കൊണ്ടാന്നല്ല പ്രാർത്ഥിക്കണ്ടേ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ സയ്യിബൻ നാഫിഅൻ. അപ്പോൾ അവിടെ നാഫി ആയിരിക്കണം മഴ. നാഫി അല്ലെങ്കിൽ അതുകൊണ്ട് എന്താവും? ഓവറാവും. ഇനി നിങ്ങൾ ആലോചിക്ക്, ഇസ്ലാമിൽ രണ്ടിനും പ്രാർത്ഥന ഉണ്ട്. മഴ കിട്ടാനും പ്രാർത്ഥന ഉണ്ട്, മഴ ഓവറായാലും പ്രാർത്ഥന ഉണ്ട്. എന്തൊക്കെ ഇസ്ലാമിലില്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരാൾ മഴയില്ലാതെ ബുദ്ധിമുട്ട് നബി ഖുതുബയിൽ പറയാണ്, നബിനോട് ജുമാ നടന്നു, നബി മഴ ഇല്ല കേട്ടോ. നബി രണ്ട് കരങ്ങൾ ഉയർത്തിച്ചാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ. ഇപ്പോഴും ഹറമിലുകൾ നോക്കണ്ടേ, മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ, മഴയ്ക്ക് വേണ്ടി നിസ്കാരം കഴിഞ്ഞ അടുത്ത വക്തിൻ്റെ മുമ്പ് ഹറമിൻ്റെ മുകളിലത്തെ കാർപ്പറ്റ് മടക്കി വെക്കും. ഉറപ്പാ മഴ പെയ്യും. ശ്രദ്ധിച്ചാൽ കാണാം. ശരിക്കും അവിടെ പോയ ഹറമിൽ പോയ ആളുകൾക്കാണ്. അവിടെ ഹറമിൽ മഴയ്ക്ക് വേണ്ടി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ പണി എന്താ അറിയോ? മുകളിലത്തെ കാർപ്പറ്റ് മടക്കി വെക്കുക. മഴ പെയ്യും ഉറപ്പാ. കാരണം ഇത് അള്ളാഹുവിനോട് മഴയാണ് ചോദിക്കുക. റസൂലുള്ള മഴ എന്നിട്ട് സഹാബത്ത് പറയാണ്, ഞങ്ങൾ സുജൂദ് ചെയ്തത് ചളിയിലായിരുന്നു.
മഴ കൊണ്ട് പെയ്തിട്ട്. അടുത്ത ആഴ്ച അതേ ആൾ എന്നിട്ട് പിന്നെ പറഞ്ഞ മഴ ഓവറാണ് പെയ്യും. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അപ്പോൾ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും പിന്നെ നിങ്ങൾ ആലോചിക്കും, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ലോകത്ത് മുസ്ലിങ്ങൾക്കല്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ? മറ്റൊരു മഴ ഇല്ലെങ്കിൽ എന്താ അങ്ങനെ മേപ്പോട്ട് തൊള്ളിയും കാട്ടിങ്ങൾക്കല്ലാതെ അല്ലാതെ എന്തുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇസ്ലാമിൽ അതിന് പ്രാർത്ഥനകളുണ്ട്, നിസ്കാരമുണ്ട്, സ്വലാത്തുൽ ഇസ്തിസ്ഖാ ഉണ്ട്. ഈ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുന്നതിൻ്റെ എൻ്റെ രീതി ആദ്യം വണ്ടി പോയി നിസ്കരിക്കലല്ല. കാരണം മഴയില്ലാതെയാവുന്നത് മനുഷ്യൻ തെറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് മഴ ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ഖുത്ബയിൽ ഇമാം എന്ത് പറയണം? എല്ലാവരും തെറ്റുകൾ ഇസ്തിഗ്ഫാർ ചെയ്തോളി, അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തോളി, അടുത്ത ആഴ്ച മഴയ്ക്ക് വേണ്ടി നിസ്കാരം ഉണ്ടാവും. അങ്ങനെ ഈ ഒരാഴ്ച മനുഷ്യന്മാർ നന്നാവണം. ഇനി അടുത്ത ആഴ്ച ഇമാം എന്ത് ചെയ്യണം? നിസ്കാരത്തിന് പ്രാർത്ഥിക്കണം. സലാത്തുൽ ഇസ്തിസ്ഖാന് പത്തിയാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയല്ല വർത്തിക്കുക. പക്ഷെ സലാത്തുൽ ഇസ്തിസ്ഖാ ഇങ്ങനെ വർത്തിക്കണ്ടേ? കൈ തിരിച്ചാൽ വർത്തിക്കണ്ടേ? ശരി, അതെ, നമ്മൾ സാധാരണ ഇങ്ങനെ വർത്തിക്കുക. പക്ഷെ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ വർത്തിക്കണ്ടേ ഹദീസിലുള്ളത് എന്താ? അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തട്ടം തിരിച്ചിടും. പിന്നെ സാധാരണ വിപരീതമായിക്കൊണ്ടാണ് പ്രവാചകൻ തിരിച്ചിടുക. അപ്പം എല്ലാം കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണിത്. കാരണം മഴ ഇല്ലെങ്കിൽ ഇവിടെ അപകടകരമാണ്. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രം കൈ ഇങ്ങനെ ഒന്നിക്കുക, മറ്റേ കൈ ഇങ്ങനെ ഒന്നിക്കുക. പിന്നെ മിമ്പർമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നിക്കണം. അവിടെ ഇങ്ങനെയല്ല. സലാത്തുൽ ഇസ്തിസ്ഖാ ഉണ്ടല്ലോ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഉള്ള കൈ ഉയർത്തൽ ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, പിന്നെ ഇസ്ലാമിൽ മഴ അധികമായാൽ, ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തൊക്കെ മഴ അധികമായി കഴിഞ്ഞാൽ അവർ പള്ളിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ നബി എന്ത് ചെയ്യും? ഇളവ് കൊടുക്കും. സല്ലു അല റിഹാലിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അവിടെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിന് നടക്കാൻ കഴിയില്ല. ഏത് കാല് ചളി പൂണ്ട് ഒട്ടകങ്ങൾക്കും മനുഷ്യന്മാർക്കും നടക്കാൻ കഴിയാതാവുമ്പോൾ നബി പറയും സല്ലു അല റിഹാലിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഹറമിലൊക്കെ, പിന്നെ ഹറമെന്ന് മാത്രമല്ല, പിന്നെ ഹറമിലല്ല, അറബ് രാജ്യങ്ങളിലൊക്കെ നല്ല ശക്തമായ മഴയാണെങ്കിൽ മഗ്രിബ് ഇശാ വേഗം ജമ്മാക്കി പള്ളി പൂട്ടിപ്പോകും. കാരണം അവിടുത്തെ ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല. പക്ഷെ ഒരാളിപ്പം ഇഞ്ഞ് ശക്തമായ മഴ ഉണ്ട്, അയാൾക്ക് വീട്ടിൽ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശരി, അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ അയാൾക്ക് ഉതിറുണ്ട്. മഴ ഒരു ഉതിറാണ്, രോഗ ഉതിറായതുപോലെ തന്നെ മഴ എന്തായാലും ഉതിറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇത് പറഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ പിന്നെ പണ്ടേ വിൽക്കാൻ നോക്കണം, പിന്നെ ഉന്തെന്ന് പറഞ്ഞല്ലേ. അതെ, അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ പോകാൻ പാടുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. പിന്നെ ഇതും കൂടി കേട്ടാ ചെറിയൊരു ചാറ്റന്മാരുണ്ട്, അവന് മലി സെൽഫി പറഞ്ഞത്. പിന്നെ അതല്ല ഇസ്ലാമിൽ അങ്ങനെ, ഞാൻ വിഷയം പറഞ്ഞപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇളവുണ്ട് എന്ന് പറഞ്ഞു. ശക്തമായ മഴ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിസ്കരിക്കാനുള്ള ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവളെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഴ കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ വസ്തഫ്തി ബി നഫ്സിക്ക്, നമ്മളെ സ്വന്തത്തോടെ ഫത്ത് വയ്ക്കുന്നുണ്ട്. അത് വേറോട് ചോദിക്കാൻ പാടില്ല. മഴ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവനോ സമ്പത്തിനോ അപകടമുണ്ടാക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ പേനായ്ക്കളെ ശല്യം ഉണ്ട് നോട്ടിക്കൊണ്ട്, സുബൈക്ക് പോണോലൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിസ്കരിക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ പോയാൽ ഭാര്യ ഒറ്റക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നോട്ടിക്കോളി. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിന് പ്രശ്നമുണ്ട്, അവൻ്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമില്ല, പോകണം നല്ലതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇസ്ലാമിൽ അവൻ്റെ സമ്പത്ത്, അവൻ്റെ ശരീരം, അവൻ്റെ കുടുംബം, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇതിന് അപകടം പറ്റുന്നതിലൊക്കെ അത് ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇത് സംരക്ഷിക്കാനാണ് ദീനെന്ന് പറഞ്ഞത്. ഇതിന് ഇളവ് പറ്റുന്നതൊക്കെ അപകടം പറ്റുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ അള്ളാഹ് ഇവിടെ പറഞ്ഞല്ലോ, വൻസല്ലാ മിനസ്സമായി മാംബി ഖാദിരിൻ ഫസ്കന്ന ഫില്ലർദ് വൈന്ന അല്ലാതെ ഹാബിൻ ബിഹില ഖാദിർ എന്ന് പറഞ്ഞല്ലോ. നാം ആണ് ആ മഴ ഇറക്കിയത്, ആ മഴ ഇല്ലാതാക്കുക നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഴിയും. സൂറത്ത് മുൽക്കിൻ്റെ അവസാനത്തിൽ ആയത്തിൽ അള്ളാഹ് പറയാണ്, ഖുൽ ഇൻ അസ്ബഹ മാഅകും ഗൗറൻ ഫമയഅതികും ബിമാഇൻ മഈൻ. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഈ വെള്ളം ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ആരാണ് ഈ വെള്ളം കൊണ്ടുവന്ന് തരിക? ആർക്കും തരാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ സബഅ ഗോത്രം എന്ന് പറഞ്ഞ ഗോത്രം ഉണ്ടായിരുന്നു. സബഅ ഗോത്രം നിങ്ങൾക്ക് അറിയാം. ആ സബഅ ഗോത്രത്തെ എങ്ങനെ അള്ളാഹ് നശിപ്പിച്ചു വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ നിഅമത്ത് കൊടുത്തു. അതായത് ലഖദ് കാന ലിസബഇൻ ഫി മസ്കനിമായ ജന്നത്താനി അൻ യമീൻ വ ശിമാൽ. ഒരു പുഴയുണ്ട്, ആ പുഴൻ്റെ രണ്ട് ഭാഗത്തും വലിയ തോട്ടങ്ങളാണ്, നല്ല എല്ലാ ഫലവർഗ്ഗങ്ങളും കിട്ടുന്ന തോട്ടങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞു, കുലൂ മിൻ റിസ്കി റബ്ബിക്കും വഷ്കുറു ലഹു. ഇഷ്ടം പോലെ തിന്നോളി എന്ന് പറഞ്ഞാൽ നല്ലോണം ഫലവർഗ്ഗങ്ങൾ അള്ളാഹ് നാട്ടിന് കൊടുത്തു സബഅ ഗോത്രക്കാർക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം പോലെ തിന്നോളി, വഷ്കുറു ലഹു, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹ് നന്ദി കാണിക്കും എന്നുള്ള പറയാം. ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ. എത്ര നല്ല നാടായിരുന്നത് എന്ന് പറഞ്ഞാൽ, നല്ല സമൃദ്ധമായ വെള്ളമുള്ള പുഴയും രണ്ട് വശത്തും നല്ല സമൃദ്ധമായ ഫലവർഗ്ഗങ്ങളുള്ള തോട്ടവും, തിന്നാനും ഉണ്ട് കുടിക്കാനുമുണ്ട്. ബൽദത്തുൻ ത്വയ്യിബ എന്ന നല്ല ഒരു നാടായിരുന്നു. പക്ഷെ എന്തായി? അള്ളാഹിനെ ധിക്കരിച്ചവർ ഫഅറളൂ, അവർ അള്ളാഹിനെ ധിക്കരിച്ചപ്പോൾ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിമി വബദ്ദൽനാഹും ബിജന്നതിഹിം ജന്നതൈൻ. അപ്പോൾ ഈ പുഴയിൽ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. പുഴയിൽ എന്തുണ്ടായിരുന്നു? ഒരു ഡാം, അണക്കെട്ടുണ്ടായിരുന്നു. അള്ളാഹ് എന്ത് ചെയ്തു? അണക്കെട്ടാണ് പൊട്ടിച്ച് ആ വരുന്ന വെള്ളം. അങ്ങനെ ഈ ധിക്കാരികളായ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു നശിപ്പിക്കുകയും ആ നാടിനെ മൊത്തം ഇല്ലാതെയാക്കുകയും ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞ ചെയ്ത് നമുക്കൊരു ഗുണപാടുണ്ട് കേട്ടോ. നമ്മളെ നാട് നിൽക്കണ ഇവിടെ അണക്കെട്ടിൻ്റെ ചുവട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ പുഴകൾ സമൃദ്ധമാണ്, അണക്കെട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മുല്ലപ്പെരിയാർ അങ്ങനെ ഉള്ളത് നമ്മളെ കാത്തിരക്ഷിക്കുക, അതങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കേരളത്തിൽ 7-8 ജില്ലകളില്ലാതാവുന്നു. മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടിയാൽ ആകെ 14 ജില്ല കേരളത്തിലുള്ളൂ. കേരളത്തിൻ്റെ പകുതി ജില്ലകൾ കടലിലേക്ക് പോകുന്നതാണ്, നശിച്ചു. ഇതൊക്കെ പടച്ചവൻ്റെ കുതിരത്തിന് നിൽക്കുക. ഇതൊക്കെ എന്നുണ്ടാക്കിയതാ അണക്കെട്ടൊക്കെ? അപ്പം ഇതൊക്കെ ഇങ്ങനെ അണക്കെട്ടുകൾ തകർത്തുകൊണ്ട് നശിപ്പിച്ച കൗമിന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് സബഅ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ. ഇത് എപ്പോഴാണ് നശിപ്പിച്ചു വെച്ചാൽ വല്ലാതെ തൂമ്പെടുക്കുമ്പോൾ, മനസ്സിലല്ലേ? അത് അള്ളാഹുവിൻ്റെ ദീനിനെ അത്രമാത്രം പരിഹസിച്ച് കൊണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാലോ, നിങ്ങൾ ധിക്കാരികളാണ്. വലൗലൽ ബഹായിം, ഇവിടെ നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഴ കിട്ടൂല. കാരണം മഴക്ക് ആർക്കും കൂടി ആവശ്യമുണ്ട്. ഇവിടുത്തെ പൂച്ചയും ആടും പശുവിനൊക്കെ മഴ ആവശ്യമുണ്ട്, അവർക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? അപ്പം ഇവിടുത്തെ ബഹായിമകൾ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഴ കിട്ടുമായിരുന്നു. അപ്പം മനുഷ്യന്മാരുടെ തിന്മകൾ യഥാർത്ഥത്തിൽ മഴയിലടക്കം സ്വാധീനമുണ്ട്, മനസ്സിലല്ലേ? അതുപോലെ തന്നെ ഹറാമായ കച്ചവടങ്ങൾ ആളുകൾ ചെയ്യുക, വൃത്തികേടുകൾ പ്രവർത്തിക്കുക, ഇതിലെല്ലാം സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, ഹദീസിൽ കാണാം, സക്കാത്ത് കൊടുക്കാതിരുന്നാൽ മഴ കിട്ടൂല എന്നാ. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ. ഇപ്പം ഞാൻ ഇയാളെ ഒരു വീഡിയോ ഉണ്ട്, ഇപ്പം എനിക്കൊന്നാൾ അയച്ചതിൽ. ഇപ്പം ഈ ഒരു മൂലിയാരുണ്ടല്ലോ കുത്തിരുന്ന് കണ്ട് ഇങ്ങനെ പറയണേ, കോയാമോ പേര്, അയാളൊരു വീഡിയോ ഉണ്ട്. ഒരു പെണ്ണിൻ്റെ അടുത്ത് 100 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. 500 പവന് സ്വർണം സക്കാത്ത് കൊടുക്കാന്ന് ഉടച്ചാണ്. ഇതിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് കേട്ടാൽ പോലെ ആൾക്കാർക്ക്, പെണ്ണുങ്ങൾ പറയും, നിങ്ങൾ 100 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. നിങ്ങൾ അല്ല കോയാമോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇത് ദീനിനെതിരല്ലേ? ഈ ആൾക്കാർ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ സക്കാത്ത് കൊടുക്കോ? കോടിക്കണക്കിന് രൂപന്റെ സമ്പത്തുണ്ടാവും ആൾക്കാർക്ക്. ഇതിന് മുഴുവൻ സക്കാത്ത് കൊടുക്കാൻ ഈ നാട് കുട്ടിച്ചോറാവും. അതിന് പറഞ്ഞത് ഷാഫി മദ്ഹബ് ഇല്ലാന്ന്.
ഷാഫി മതമല്ലല്ലോ ദീൻ എന്ന് പറഞ്ഞ. അള്ളാഹിൻ്റെ റസൂലാണ് ദീൻ പഠിപ്പിക്കാൻ വെച്ചല്ല, ഇമാം ഷാഫിനല്ലല്ലോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വിഷയത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിൻകാലത്ത് പണ്ഡിതന്മാർ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായം എടുത്തിട്ട് ആ അഭിപ്രായം എടുത്തിട്ട് ഇപ്പൊ സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണ്. എത്ര 100 പവൻ ഒരു പെണ്ണിന്റെ അടുത്തുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട. നമ്മൾ ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ 10 പവന്റെ അപ്പുറത്തുണ്ട് സക്കാത്ത്. ഹദീസിൽ ഇഷ്ടംപോലെ ഹദീസിലാണ്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്താൽ ഉള്ള മഴ ഇല്ലാതാവും, ഈ സക്കാത്ത് മനുഷ്യന്മാർ കൊടുക്കാതിരുന്നാൽ. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ നന്നാകുമ്പോഴേ ശരിക്കും മഴയും കൃത്യമായി കൊണ്ട് പെയ്യുകയും ഒക്കെ ഉള്ളു. അതാണ് വൻസൽന മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ്. വാനലോകത്തിൽ നിന്ന് ഒരു നിശ്ചിത തോതനുസരിച്ച് കൊണ്ട് നാം വെള്ളം ഇറക്കുന്നു, എന്നിട്ട് ഭൂമിയിൽ നാം വെള്ളത്തെ സംഭരിക്കുന്നു. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആ വെള്ളത്തെ പോക്കിക്കളയാൻ, ഇല്ലാതെയാക്കി കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഇനി മാത്രമല്ല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ സ്ഥലത്ത് പറഞ്ഞു വെച്ചാൽ, ഈ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം ഉപ്പുരസമുള്ള വെള്ളമാണെങ്കിൽ, ഉജാജാണെങ്കിൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നല്ല ശുദ്ധമായ വെള്ളം എവിടെ നമുക്ക് കിട്ടുക? ശുദ്ധമായ വെള്ളങ്ങൾ ആലോചിച്ച് ഇപ്പോൾ പിന്നെ പല രാജ്യങ്ങളും കടലിലെ വെള്ളം ശുദ്ധീകരിക്കണം. ആ കടലിലെ വെള്ളം ശുദ്ധീകരിച്ചാൽ നമ്മളെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ അവിടേക്ക് എത്തൂല. അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. പിന്നെ അള്ളാഹു പറയുന്നത് ഫഅൻശഅനാ ലക്കും ബിഹി ജന്നാത്തിൻ മിൻ നഖൈൽ വഅനാബ്. അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് നാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു. ജന്നാത്തിൻ, ജന്നാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടങ്ങൾ. മിൻ നഖൈൽ വഅനാബ്. നഖീൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പനമഴം, അനാബ് എന്ന് പറഞ്ഞാൽ മുന്തിരി. അപ്പം മുന്തിരി തോട്ടങ്ങളും അതുപോലെ തന്നെ ഈന്തപ്പന തോട്ടങ്ങളും അടക്കമുള്ള ഈ തോട്ടങ്ങൾ നാം ഉണ്ടാക്കി. കാരണം ഇത് രണ്ടും നല്ല വെള്ളം വേണം. ഈത്തപ്പഴത്തിന് തോട്ടത്തിന് നല്ല വെള്ളം വേണം. അതുപോലെ തന്നെ മുന്തിരിക്കും അങ്ങനെ തന്നെ. അപ്പം ഈ 2 തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ലക്കും ഫീഹാ ഫവാകിഹു കസീറത്തുൻ. ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികളിൽ, ഫലവർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഫവാക്കികളുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ഒമിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അസലിയായിട്ട് ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നത് ഏത് ഫാക്കിഹത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? തിന്നാം. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മനുഷ്യന് ഉപദ്രവമില്ലാത്ത ഏത് ഫലവർഗ്ഗങ്ങളാണെങ്കിലും എന്ത് ചെയ്യാം? മനുഷ്യൻ തിന്നാം. ഹറാമാക്കിയത് മാത്രം ഒഴിവാക്കിയാൽ മതി. ശരി. അതായത് മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ അസ്ലിയായ ഹുക്കം എന്താ? ഹലാലാണ്. എല്ലാ ഭക്ഷണവും തിന്നാന്നോ? ഹറാമുണ്ടെങ്കിൽ മാത്രം അള്ളാഹ് പറയും. ആ ഹറാമുള്ളത് നെസ് വന്നത്, പ്രമാണം വന്നത് മാത്രം ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? തിന്നാം. ഇസ്ലാമിൽ വിലപ്പ്. അതുകൊണ്ട് ഫവാക്കിഹും ഒമിൻഹാ തഅകുൽ എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ട്സുകളിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു നിങ്ങൾക്ക് തിന്നാൻ നൽകുന്നുണ്ട്. അപ്പം ഇതാണ് ഈ 2 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഗതികൾ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വെള്ളം ഇപ്പം നമ്മളൊരു പ്രളയത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടാണല്ലോ. 2018 ആവർത്തിക്കോ വിചാരിച്ചെന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയാണ്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും മഴ പെയ്യാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആസാമിലൊക്കെ വെള്ളപ്പൊക്കം കേട്ടിട്ടുള്ളൂ. ഒരു ദിവസം ശരിക്കാണ്ട് മഴ ചെയ്താൽ കേരളത്തിൻ്റെ കഥ കഴിഞ്ഞല്ലോ. ഒരു ദിവസം ഒരു 24 മണിക്കൂർ കേരളത്തിൽ മഴ പെയ്താൽ കഴിഞ്ഞ്. കാരണം സൈഡിലുള്ളവർക്ക് പേടി മുകളിൽ നിന്ന് ഉരുൾപൊട്ടുമെന്ന്, താഴെയുള്ളവർക്ക് പേടി പിന്നെ ഇവിടെ ജീവിക്കുക. കേരളം എന്ന് പറഞ്ഞാൽ മൊത്തം പ്രകൃതി ലോല പ്രദേശത്തിൻ്റെ അവസ്ഥ എപ്പോഴുള്ള. അതാണ് 24 മണിക്കൂർ അടച്ചങ്ങണ്ട് മഴ പെയ്താൽ കേരളത്തിൻ്റെ കഥ കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ അള്ളാൻ്റെ ഒരു നിയമത്തിൽ ഇങ്ങനെ ജീവിക്കണം. പക്ഷെ ആ ബോധമൊന്നും ആൾക്കാർക്ക് ഉണ്ടാവില്ല. മഴ അധികമായാൽ അള്ളാഹിനെ ചീത്ത പറയാം. ഇനി കിട്ടിയ മഴ തന്നെ ഇതിപ്പോൾ പിന്നെ മഴ ഇല്ലാഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ മമ്പറം ഭാഗത്തൊക്കെ എന്താ ചെയ്യാറ്? മഴ ഇല്ലാഞ്ഞാൽ മമ്പറത്തൊക്കെ കൊടിയെടുക്കും, മമ്പറത്തേക്ക് കൊടിയെടുത്ത് പോകും. എന്നിട്ട് മമ്പറത്തങ്ങളെടുത്ത് ചെന്ന് പറയും മമ്പറത്തങ്ങളെ മഴ ഇല്ലാറ്. അപ്പോഴോ മഴ പെയ്യുന്ന ആലോചിച്ചോക്കൂ. അള്ളാഹ് തന്ന ഈ നിഅമത്തിന് പോലും ശുക്ർ ചെയ്യാതെ അവിടെയും കുഫർ പറയാം. മനസ്സിലല്ലേ? അതുപോലെ തന്നെ പിന്നെ ഈ ഔലിയാക്കന്മാരാണ് മഴ പെയ്യിപ്പിക്കുന്നത്, ഔലിയാക്കന്മാരാണ് മഴ നിർത്തുന്നത്.
ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെതിരായ കാര്യമാണ്. അള്ളാഹയാണ് മഴ പെയ്യിപ്പിക്കുന്നത്, മഴ നിർത്തണമൊക്കെ. അതാണ് ഈ ആയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ.